മഴ തോരും മുമ്പേൽ ചിന്നുമോളെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയുമൊക്കെ അലീനയും ബാക്കിയുള്ളവരും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രോഹിത്താണെങ്കിൽ ചിന്നുമോളയ്ക്ക് എടുത്ത് നല്ല രീതിയിൽ അവരുടെ ആ മുഹൂർത്തം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയൂട്ടോ. അപ്പോഴതാ നമ്മുടെ ബാലചന്ദ്രൻ എവിടെ സ്റ്റാലിനെ അന്വേഷിച്ച് നടക്കുകയാണ്. സ്റ്റാലിൻ്റെ ഭവനം കണ്ടെത്തിയതിനു ശേഷം ഗോവർദ്ധ അയാളോട് നമുക്ക് കാര്യം പറയണമെന്ന് ബാലചന്ദ്രനും ഗോവർദ്ധനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ, ബാലേട്ട ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വെറുതെ അയാളുടെ ജീവിതവും നശിപ്പിക്കണോ എന്ന് ചോദിക്കുന്നു. എന്താടോ ഗോവർദ്ധ, എൻ്റെ ജീവിതം നശിച്ചില്ലേ, ഇനി അയാളുടെ ജീവിതവും കൂടി നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, അവർ രണ്ടുപേരും ചേർന്നല്ലേ എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. ഇവിടെ ചിന്നുമോളുമായിട്ട് നല്ല രീതിയിലുള്ള കളികളും ചിരികളും ചിന്നുമോളെയും കൊണ്ട് ഒരു പാർക്കിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പാർക്കിലൊക്കെ പോയിട്ട് രോഹിത്തും ബബിതയും കൃഷ്ണമോളും രേവതിക്കുട്ടിയും മലീനയും എല്ലാവരും ചേർന്ന് ചിന്നുമോളെ സന്തോഷിപ്പിക്കുകയും കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.